ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம போகன் விழா இந்த மூவி தான் வந்து சீன் 1 வந்து நம்ம ரியாக்ட் பண்ண போகிறோம். இந்த மூவியில் வந்து பார்த்தீங்கன்னா, நம்ம குஞ்சுகா கோபன், நம்ம நடிப்பு அரக்கன் ஃபகத் ஃபாசில் சார் வந்து நடிச்சிருக்காங்க. ஏற்கனவே இல்லை, இதுக்கு முன்னாடி வந்து நம்ம வாலாவுடைய ஃபுல் மூவி வந்து பார்த்தீங்கன்னா நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செக் பண்ணி பாருங்க. அதுக்கப்புறம் வந்து நம்ம நடிப்பு அரக்கன் நம்ம ஃபகத் ஃபாசில் சாரோட ஆவேச மூவி ஃபுல் மூவியை நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். அதையும் மிஸ் பண்ணாமல் கண்டிப்பாக வந்து பாருங்கள். நம்ம குஞ்சுகா கோபனுக்கு வந்து ஒரு சீன் 1 சீன் 2 வந்து பார்த்தீங்கன்னா நம்ம RRR மூவி வந்து அந்த ஜூ காமெடி வந்து நம்ம ரியாக்ட் பண்ணியிருக்கோம். அதையும் பார்க்காதவங்க கண்டிப்பாக அதையும் விசிட் பண்ணி பாருங்க. நம்ம போகன் விழா எப்படி இருக்குன்னு சொல்லிட்டு இந்த வீடியோ போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ண மறந்துடாதீங்க. இப்போ வாங்க வீடியோக்குள்ள போகலாம். कुंजू गोबन എല്ലായിടത്തും ആക്സിഡന്റ്. ஐயோ பாவம், தூக்க கழகத்திலே ஐயோ பச்சு பச்சு. ஐயோ சோ Eight years later. ഇന്ന് ലേറ്റ് ആകട്ടോ എണീക്കാൻ. നാളെ ഞാൻ വിളിക്കുമ്പോ എണീറ്റില്ലേ, നല്ല അടി വെച്ച്. எப்படியெல்லாம் கெஞ்ச முடியும்? സാരമില്ല, രാത്രി വിളിച്ച് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. വാ ചക്കരെ. ബൈ 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 ബൈ. പിള്ളേരെന്തേ? അവര് സ്കൂളിൽ പോയോ? ആ, അവര് പോയല്ലോ. അയ്യോ നീയാണോ ഞാനാണോ ബസ് കയറ്റി വിട്ടെ? ചേച്ചി തന്നെ. അവര് പോയിട്ട് 10 മിനിറ്റ് ആയി. ആണല്ലേ? ചേച്ചി ഫ്രഷ് ആയിട്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ?
லெட்டர் அழகா இருக்கு, ஆனா ஒன்றும் புரியல. ഓയ്യോ എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പോകുന്നു നോക്കി അവിടെ ഗേറ്റിൽ തൂങ്ങി നിൽക്കും. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്നെ കണ്ടിട്ട് പരിചയം കാണിച്ചിലേക്ക് മനസ്സിലാക്കാം പക്ഷെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കാം. പിന്നെ പഴയ കണ്ടീഷനിലേക്ക് എത്താൻ ചിലപ്പോൾ 1-2 ദിവസം എടുക്കും. ഒക്കെ ശരിയാവും സാർ. ശരിയായ മതിയായിരുന്നു. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മരണം കഴിഞ്ഞ് എല്ലാം നോക്കിയേ വരുമ്പോഴേ കാണും ഞങ്ങളുടെ ആക്സിഡന്റും വിത്തിൻ്റെ കണ്ടീഷൻ. സാർ വിഷമിക്കാതെ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നല്ലേ. സാർ എത്ര കാലമായി ഇവിടെ? ഞാനിപ്പോ ഒരു 3-4 വർഷമായി. ഇത് ഡോക്ടറിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണോ? അല്ലല്ല, ഞാൻ കോട്ടയം സെന്റ് മേരീസിലായിരുന്നു. അതപേക്ഷിച്ച് ഇവിടെ ബോറടി അല്പം കൂടുതൽ. ആ സാറ് നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് കോട്ടയം IMA ഒന്ന് കൂടിയല്ലോ. അയ്യോ ഇല്ല, കിട്ടുന്ന ഒരു സൺഡേ ആണ് ഞാൻ ഞങ്ങളുടെ ഫാം ഹൗസിലേക്ക് പോകുന്നത്. അവിടെ കുറച്ച് പഴവും പച്ചക്കറികളൊക്കെ എടുക്കാറുണ്ട്. മരുന്നടിക്കാത്തതുകൊണ്ട് എടുത്തില്ലെങ്കിൽ അത് ചീത്തയിക്കും. അപ്പൊ കാലത്തെ മാമുമായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങും? ഇല്ല, ഋതു വരാറില്ല, ഞാൻ ഒറ്റയ്ക്കാ പോകും. രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേനും അവളെ നോക്കുന്ന മെയ്ഡെത്തും. അവര് വന്ന അമ്മയാണ്. അതാണ് എൻ്റെ ഒരു റിസോർട്ടും ആകെയുള്ളൊരു വീക്കെൻഡ് റിലീഫ്. ആരാ ഇവിടെ കരയുന്നേ? ഇഞ്ചക്ഷൻ എടുത്ത് ഒട്ടും സമ്മതിക്കില്ല. എന്നാ പ്രശ്നം? ഇഞ്ചക്ഷൻ വേണ്ട? വേണ്ടോ? വേണ്ടോന്നേ നമുക്ക് മാറ്റി വയ്ക്കാം. കൊണ്ട് പറയും. എന്നാ ജഗുവിന്റെ പേര്? അലങ്കൃത. അടിപൊളി പേരാണല്ലോ. ഡോക്ടർ അങ്കിള് ചെറിയ പനി ഉണ്ടോന്ന് നോക്കോട്ടെ. ശ്വാസം വലിച്ച്. ഓക്കേ, പനിയൊന്നുമില്ലല്ലോ. എന്നിട്ടാണ് സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കിയത്. ഞാൻ ടൈഗറിലെ കടുവയെ കൊണ്ട് സിസ്റ്ററിനെ കടിപ്പിച്ചാലും ടൈഗർ എടുത്തു. പാവൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു കാര്യം, നമുക്ക് പശുവിനെ കൊണ്ട് കടിപ്പിച്ചാലും. പശുവിനെ എണ്ണം വേണ്ട. ഓക്കെ, കഴിയും. ഇത്രേ ഉള്ളൂ. செம்ம. வலிக்கவே இல்லை. ഇല്ല സാർ, 5-6 ഒരു 2 മണിയാകുമ്പോ വീട്ടിൽ പോകാൻ പറ്റിയിരിക്കും അല്ലേ? ഡോക്ടറെ, മാഡം എന്താ പറയുന്നു? ഓക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ അടുത്തുള്ളപ്പോ പുള്ളിക്കാരി ഹാപ്പിയാണ്. ചിലപ്പോ തോന്നും ഈ ജോലി രാജിവെച്ച് അവളുടെ കൂടെ തന്നെ ഇരുന്നാലോ. ഡോക്ടർ എന്നാ പേഷ്യൻസിനെ വിളിച്ചത്. ആക്സിഡന്റിന് മുമ്പ് വൈഫിന് മെമ്മറി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പല്ലേ? ഇപ്പൊ അമ്നേഷ്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഷീ ഷോയിങ് സിംറ്റംസ് ബോത്ത് റെട്രോഗ്രേഡ് ആൻഡ് ആൻട്രോഗ്രേഡ് അമ്നേഷ്യ. പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. മാത്രമല്ല, ഒരു പക്ഷേ ഋതുവിന് ലൈഫ് ലോങ് കെയർ വേണ്ടി വരും. மறந்துட்டாங்க எல்லாத்தையும், லைஃப் ஃபுல்லாக பார்த்துக்கணும் அப்படின்னு. ചേച്ചി റെഡി ആയില്ലേ? പോവണ്ടേ? കണ്ണെഴുതിയില്ലേ? എഴുതി തരാം. ചേച്ചിക്ക് ഇതൊന്നും ചെയ്തു തന്നില്ലെങ്കിലേ സാറ് എന്നെയാ വഴക്ക് പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞ ചേച്ചിയുടെ ലക്ക. സാർ എന്തൊരു കെയറിങ്ങാ. ചേച്ചി എന്താ മുടി വളർത്താത്തെ? ഇതിപ്പോ എപ്പോഴും സാറല്ലേ വെട്ടുന്നേ. ദേ ഇത്ര വരെ വളർത്തിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടണം. നല്ല ഭംഗിയായിരിക്കും. പിന്നല്ലാതെ. ചേച്ചി ഇറങ്ങാം, ബിജു വന്നു. എന്റെ ബിജു എന്ത് വലിയ ഇത് വലിച്ചു മരിക്കൂ. നിന്റെ കൂടെ പുറകെ മരിക്കുന്നു.
വിളിക്കാതിരിക്കുന്നു. ആ റിസോർട്ടുകാർ ഇന്നലെ വിളിച്ചിരുന്നു. ഇത്തവണ 3000 രൂപ തന്നെയാണല്ലോ. മേഡം കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ റിസോർട്ടുകാർ വിളിച്ചെന്ന് പറഞ്ഞതോ? ചേച്ചിന്റെ പടങ്ങൾക്ക് നല്ല ഡിമാൻഡാ. പക്ഷെ കാശിന്റെ കാര്യത്തിൽ അയാൾ പറ്റിക്കുവാണോ നല്ല സംശയമുണ്ട്. എപ്പോഴും 3000 രൂപ തന്നെയല്ലേ തരുന്നേ. അങ്ങനൊന്നും ഉണ്ടാവില്ല. ചേച്ചിക്ക് അറിയാത്തോണ്ടാ. അയാൾ കണ്ടാൽ അറിയാൻ പറ്റിയില്ലാന്ന്. ചേച്ചി എന്താ ആലോചിക്കുന്നേ? നല്ല രമേ, ഞാൻ വരയ്ക്കുന്ന പടങ്ങൾ ഇത്രയും കാശ് മുടക്കി ആരാ മേടിക്കുന്നേന്ന് ആലോചിക്കും. നല്ല ഉഷാറ് കപ്പയാ സാറേ. മണ്ണിന്റെ കൂടാ തമ്പി. വീട് எப்படி இருக்கா? കരുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കിടപ്പിലാണ് സാറേ, തീരെ വയ്യ. ഒരു കുഴപ്പമില്ലാതെ ഓടിയാൽ നല്ലൊരു സാറേ. എല്ലാരും കൂടി രോഗശാന്തി ദൃഷ്ടിയിലൊക്കെ കൊണ്ടുപോയതാ. തള്ള കിടന്നു പോയി. അടുത്താഴ്ച അമ്മനെ കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കും അവള്. കഴിഞ്ഞ ആഴ്ചയല്ലേ പോയത്? എന്നാലും തെറ്റന്നെയല്ലേ സാറേ. எல்லாம் இந்த ரெட் கலர்லயே இருக்கு. மோகன் வில்லா. ஐயோ, സംഭവം വിളിച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ അന്തരിയ സാറേ. ഒഴിക്കട്ടെ. ഇറങ്ങല്ലേ? ஓ இது தனி இடமோ? അടുത്ത ആഴ്ച കാണാം. ஐயோ, കുറച്ചേരെ അത് സാറിനെ വിളിച്ചു. റോയിച്ച, എപ്പോ നോക്കിയാലും എനിക്ക് നശിച്ചു പോകേണ്ടില്ലേ വരയ്ക്കാൻ പറ്റുന്നത്. എനിക്ക് മതിയായി, എനിക്ക് വരയ്ക്കണ്ട. வரைய முடியலன்னு சொல்றாங்களோ?
താൻ എന്നാത്തിനാ എപ്പോഴും ടബിൽ വെള്ളം വെച്ചിരിക്കുന്നത്? എത്ര തവണ പറഞ്ഞിട്ടുള്ളൂ? ഓക്കെയാണോ? കുരിശ് വരച്ച് കിടന്നുറങ്ങി. ஏய் சூப்பர் சூப்பர் சூப்பர். ஃபர்ஸ்ட் எடுத்தோன்னே வந்து நம்ம குஞ்சகா கோப்பனும் அவங்க ஒய்ஃபும் வந்து பார்த்தீங்கன்னா காரில் வந்து ட்ராவல் பண்ணுறாங்க. அதான் மொதல் சீனை வந்து காமிக்கிறாங்க. ஃபர்ஸ்ட் எடுத்தோடனே ஆக்சிடென்ட் வந்து ஆகுது. 2 பேத்துக்கு செம்ம அடியே சொல்லிட்டு நினைக்கிறேன். அந்த அடிபட்டதில் வந்து அவங்க வந்து மெமரி லாஸ் வந்து ஆயிட்டாங்க. நான் பார்த்த வரைக்கும் அவ்வளோதான் புரிஞ்சுக்கிட்டேன். மெமரி லாஸ் வந்து ஆயிட்டாங்க. அவங்க குழந்தை இருக்கா என்னன்னு சொல்லிட்டு தெரியல. குழந்தை வந்து அவங்க தான் வந்து கூட்டிகிட்டு போயிட்டு வந்து ஸ்கூலுக்கு வந்து வேன் ஏற்றி விட்டாங்க. மறுபடியும் வேலைக்காரி அவங்கள்ட்ட போய் வந்து கேட்குறாங்க, நான் வந்து பிள்ளைங்கள ஸ்கூலில் விட்டேனா போயிட்டாங்களா அப்படின்னு சொல்லிட்டு போய் பார்க்குறாங்க. அவங்க வந்து ஷாக் ஆகுறாங்க. நம்ம அமுச்சுட்டோமா அப்படின்னு சொல்லிட்டு அவங்களுக்கு வந்து அந்த ஆக்சிடென்ட் ஆனதுலேருந்து மெமரி வந்து லாஸ் ஆயிடுச்சுன்னு சொல்லிட்டு நினைக்கிறேன். அதுக்கப்புறம் வந்து அந்த கதையும் காமிக்கிறாங்க. இந்த நடந்துகிட்டு இருக்கிற அந்த கதையும் அப்படியே வந்து ஒரு மாதிரி வந்து படம் வந்து போயிருக்கு. இவர் வந்து நம்ம டாக்டர்னு சொல்லிட்டு நினைக்கிறேன். நாங்கள் குஞ்சுகப்பன் வந்து டாக்டர். அவங்க தான் வந்து ட்ரீட்மெண்ட் வந்து பார்த்துருக்காங்க. அதுவும் இல்லாமல் வந்து இவங்க ஒய்ஃப் வந்து பெயிண்டிங் பண்ணினது ஒரு இடத்துல போய் வந்து செல் பண்ணுறாங்க. அது வந்து இவர் வாங்கி அந்த ஒரு இடத்துல போய் வந்து சேகரித்து வச்சுக்கிட்டு இருக்காரு. என்னன்னு சொல்லிட்டு தெரியல. அடுத்தடுத்த சீன் வந்து பார்த்தா தான் சொல்லிட்டு தெரியும். ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு கண்டிப்பாக சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். நம்ம சேனலில் வந்து பார்த்தீங்கன்னா தொடர்ந்து நிறைய மூவி வந்து பண்ணிக்கிட்டு இருக்கோம். எல்லா மூவியும் வந்து போய் செக் பண்ணி பாருங்கள். எல்லா மூவியும் வந்து சூப்பராக இருக்கும். கண்டிப்பாக வந்து பார்த்தீங்கன்னா லைக் பண்ண மாட்டேங்க. நெக்ஸ்ட் வீடியோவில் பார்க்கலாம்.